റെക്സേ എടാ വാലോർക്കടാ തൂറാൻ വേണ്ടിക്കണേടാ എടാ എടാ റെക്സേ വിനീതും കൂട്ടിയിട്ട് എവിടെ പോയി കിടക്കണേ റെക്സേ റെക്സേ ഇത്ര നേരെ വിളിക്കണ തൂറാൻ വേണ്ടിട്ട് മള്ളടാ കേട്ടില്ല ജോണിച്ച. എങ്ങനെ കേൾക്കാനാണ്? ഏത് നേരം ഈ സാമാന്യം ചെവി തീരുപ്പല്ലേ? വായും പൊളിച്ച് നോക്കിക്കാണ്ട് പോയി വാതിലോർക്കടാ. തുറക്കണം. ജോണിച്ച, ഓ ചെറിയൊരു പ്രശ്നമുണ്ട്. തെറി പറയരുത്. എന്താണ്? ലോക്ക് പിന്നെയും ജാമായിട്ടാ. നോക്കട്ടെ, ഇപ്പൊ തുറക്കാം. ചുറ്റിക്കെടുത്ത് മുട്ടി തുറക്കറേ. ജോണിച്ച, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. എടാ എൻ്റെ മൊബൈലിൽ ചാർജ് കയറുന്നില്ല. എനിക്കിപ്പോൾ അതൊന്നും കേൾക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. എടാ പറമ്പിൽ പോണേന് മുമ്പ് തുറക്കടാ. പിടിച്ചേ ലോക്കയില്ലേട്ടാ. തുറക്കാനുള്ള ടെക്നിക്ക് നമുക്കറിയാട്ടാ. ഭക്ഷണോ ഞാൻ കഴിച്ചാണല്ലോ, എനിക്ക് വേണ്ട. എനിക്കില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റക്കൂരോടം തിണ്ടി. എടാ പൂട്ടണ്ടോ? കൊതുകേറടോ. ഇത് എന്ത് സാധനമാണ് മേടിച്ചേക്കണത്? MC ലിറ്ററാ? നമ്മന്നൊരു പൊളി പൊളിക്കുമല്ലോ ചോദിച്ചാ. ഇരിക്കട്ടാ. ഇവൻ ഫോണും തോണ്ടി ഇരിക്കണേണ്. നെക്സ്റ്റ് വീക്ക് എടാ 24 മണിക്കൂർ ഈ ഫോണിൽ തന്നെ തോണ്ടിരിക്കാണ്ട് ആ കിളവനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ പറഞ്ഞൂടെ? പിന്നെ ആ കിളവനാ ഈ റൂഫിന്റെ കോലം കണ്ട? ആ ഓടും പൊട്ടി, അതിന്റെ മുകളിൽ ഷീറ്റും കീറി, ആ വെള്ളം ലീക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. അയാൾ എന്തെങ്കിലും ചെയ്തെന്നാ? എന്തിന്? ആ പുറകിലെ ഡോറിന്റെ ഓടാമ്പല് അതെങ്കിലും ഒന്ന് മാറി തരാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് മാറണം ജോണിച്ചാ. ഇതൊരു നരകമാണ്. നിനക്ക് ഇപ്പൊ കിട്ടും 4000 രൂപ. അല്ല നിനക്ക് എന്താ എന്നോട് പറയാനുള്ളേ? പണി പാടിയില്ല. വെള്ളമില്ലല്ലോ, ഒന്ന് മോട്ടർ അടിക്കടാ ജോണിച്ച. അതാണ് വെള്ളമില്ലട്ടാ. എന്താണ് നീ ബില്ലടിച്ചില്ലേ മയിലേ? അപ്പനോട് ചോദിച്ചു ജോണിച്ച, പൈസ കിട്ടിയില്ല. നിന്റെ അപ്പൻ ഇപ്പഴും റേഷൻ വർക്ക് തന്നെയല്ലേ? ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ? അതല്ല, നാളെ എന്തായാലും സെറ്റ് ചെയ്യും. ഉറപ്പായിട്ടും സെറ്റ് ചെയ്യും. അത് ശരി. ഞാനപ്പോ നീ നാളെ ബില്ലും അടച്ചിട്ട് വെള്ളവും വന്നിട്ട് ഞാൻ എവിടെ കഴുകിട്ട് ഇറങ്ങാം അല്ലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും മൈ ഡിയർ റെക്സേ? അതെനിക്കറിയാനും ജോണിച്ചാ. അതുകൊണ്ട് തന്നെ ആ പാടത്തിന്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബക്കറ്റ് വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടേ. സെറ്റല്ലേ? അതെന്നായി. അല്ലെങ്കിൽ ഇതിപ്പോ ഭാര്യ കൂടെ ഇറങ്ങേനെ. എടാ അവിടെ തന്നെ എന്നെ നോക്കിക്കാണ്ട് പോയി ഗ്ലാസ് സെറ്റ് ചെയ്യടാ. ഓക്കെ ദുരന്തമൊക്കെ ജോണിച്ചാ ഇരിക്കാടാ. ബില്ല് കൊടുക്കണം, കൗട്ട് മേടിക്കണം, കയ്യിലാണെങ്കിൽ കാശുമില്ല. ഇതിട്ട് ഓണാവണില്ല. ചാർജ് കയറണല്ലോടാ. ചാർജ് കയറല്ലേ? ഇല്ല. ഇത് ശരിയാക്കാൻ എത്ര വരും എന്നാവോ? ഒരെണ്ണടിക്കട്ടെ. നിങ്ങൾ ഈ ജാമ്പാൻ്റെ കാലത്തെ ഈ പലക പോലത്തെ ഫോൺ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ടേ ഒരു ഐഫോൺ അങ്ങ് എടുക്ക് ജോണിച്ചാ. അത് ശരി, കേറ്റുവഴി കാര്യമൊക്കെ കൊള്ളാം.
കേട്ടോ നീ, കാശ് ഞാൻ നാളെ തരും. നാളെ വരുമ്പോ വെള്ളമില്ലെങ്കിൽ ക്ലോസറ്റ് പിടിച്ച് നോക്കി ഞാൻ. അപ്പൊ ചെയ്യസ് ഒന്ന് മുട്ടിക്കെങ്കിലും ചെയ്യ് ജോണിച്ചാ. പിന്നെ സാഹിബിന് ഓരോ കോണം എന്താടോ എടുത്തടിയടാ. മിസ് ഭയങ്കര ഷോക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്ക്, ഞാൻ കുക്ക് ചെയ്യാന്ന്. പിന്നെ അതിൻ്റെ കൂടി കുറവുള്ളൂ. ഞാൻ സ്പീക്കർ ഒന്ന് എടുത്തേ. എന്നിട്ടേ ഇന്നലെ ഇട്ട ആ നെല്ലൂത്തണ പാട്ടൊന്നിട്ടെ. നെല്ലുത്തിയാ? ഇറ്റ്സ് ഐക്കഡലിക് ഡ്യൂഡ്. എന്ത് പെടലിക്കാണെങ്കിൽ ഇടുന്നേ. ഇതെന്തൊഴിയാണ്. ഹേ മിസ്റ്റർ ജോണി വോക്കർ, 3-1 വെള്ളം ഒഴിച്ചടി, അല്ലെങ്കിൽ അരിപ്പായി പോവും. കുട്ടാ, മനുഷ്യരീരത്തിലേ 85% വെള്ളമാണുള്ളത്. പിന്നെ എന്തിനാടാ കൂടുതൽ വെള്ളം ഒഴിച്ച് നശിപ്പിക്കണത്? That's my man. ദൈവമേ, സാധനോട് നോപ്പിക്കും. ബ്ലാക്ക് മാമ്പ. എടാ റെക്സേ, എടാ നാളെ ഹർത്താലാന്ന്. റെക്സേ, എന്താണ് ജോണിച്ചാ? എടാ നാളെ ഹർത്താലാന്ന്. എനിക്ക് വാ, ഞാൻ ബ്ലാക്ക് മാമ്പിനെ വിളിച്ചേ. എടാ ഒന്ന് വിളിക്കടാ, 11:30 ആയുള്ളൂ. വിളിക്ക്, വിളിക്ക് ബ്ലാക്ക് മാമ്പിനെ. ഈ രാത്രിയിലാ? അയാൾ നല്ല ആട്ടാട്ടൂട്ടാ. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം, എന്നാ കേട്ടോട്ടാ. ഇനി എങ്ങനെ കിട്ടിയാലോ? അയാൾ ഒരു ഷോ കൂടോ, നമുക്ക് നാളെ കണ്ട എടുക്കണല്ല. ഹലോ, നാളെ ഹർത്താലാണ്. ഞാൻ റെക്സാണ് ഏട്ടാ, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഏട്ടാ, നമുക്കറിയാം, നമ്മ കണ്ടിട്ടുണ്ട്. തുടങ്ങി കേട്ടോ കേട്ടോ കേക്ക്. അതല്ലേട്ടാ, സാധനം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു, ഉറപ്പുവരുത്താൻ വേണ്ടിയേ. ഹർത്താലായോണ്ടേ. കേക്ക് കേക്ക് കേട്ടോ കേട്ടോ കേട്ടോ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. പൊതി ഭഗവാനെ, വിളിക്കണ്ടായിരുന്നു, കാര്യം ഉണ്ടായില്ല. നേരെ നിൽക്കാനാവതില്ല എനിക്ക്. ലൈറ്റ് ഓഫ് ചെയ്യടോ. നാളെ രാവിലെ നേരിട്ട് പോയി നോക്കാട്ടോ. ഇവിടെ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യടോ. നേരത്തെ എണീക്കണോട്ടാ. ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യടോ. എണീക്കടാ, ഉള്ളിൽ വെയിലടിച്ചല്ല. സാധനം എടുക്കാൻ പോണോ നമുക്ക്? പോണ്ടേ? നിങ്ങൾ ഈ കൊച്ചു പങ്കാളത്തെ കൂടെ അവിടം വരെ പോകാനുള്ളതാണ് എനിക്ക്.
പോയി റെഡിയാവടാ. മതിയടാ, ചെല്ലടാ. ഒന്ന് കുളിക്കട്ടെ വേണിച്ചാ. കുളിക്കാനുള്ള വെള്ളമൊന്നുമില്ല റെക്സേ. നീ കുളിക്കാൻ വേണ്ട. നിനക്ക് പല്ലേക്കാനും ബാത്റൂമിൽ പോകാനുള്ള വെള്ളമുണ്ട്. അടുത്തെന്താ വെച്ചി? അപ്പൊ ഞാനിന്നലെ കോരി വെച്ച വെള്ളോ? താൻ എന്നെ ചതിച്ചല്ലേ? റെക്സേ വാ. എന്താണ് എളുപ്പണു കോച്ചിങ്ങിനോടെ വേഗം സാധ്യത 2 കിലോമീറ്റർ 10 കിലോമീറ്റർ ആയാലത്. ഏത് ഏതാ ഏതെടുക്കാൻ പോണ? ആകെ അതിനൊരു കരിയൂലൊരാള് അതെടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, എന്തെങ്കിലും കിട്ടോ? വേറെ എവിടെയെങ്കിലും നോക്കണോ? ഇത് കിട്ടണ്ടിരിക്കോ? എന്താ വെള്ളൂലല്ല. വണ്ടി എടുക്കുക, നമുക്ക് നോക്കാം. നോക്കട്ടെ. അടിപൊളി. ഒറ്റക്കട എല്ലാം പൂട്ടിയേക്കാ. പൂട്ടിനാണല്ലോ. കറക്റ്റ് സമയം. ചേട്ടാ കേറിണ്ടാ. എന്റെ പൊന്ന് ഋഷി, നീ ഇപ്പൊ എങ്ങാനൊന്ന് വരുമോ? എടാ സോറടാ വീട്ടിൽ ചെറിയൊരു ടാസ്ക് കിട്ടി. ഞാൻ ഇറങ്ങുവാ ഇപ്പൊ. നടന്ന് നടന്ന് ഞാൻ ചത്ത്. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. വരണടാ, നീ ആ ലൊക്കേഷൻ വിട്, ഞാൻ ഇപ്പൊ എത്താം. എടാ ലൊക്കേഷൻ ഒന്നും വേണ്ട, നീ വരുമ്പോ കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ റോഡില്. അല്ല പോയ കാര്യം എന്തായി? പോയറക്കെ വന്നിട്ട് പറയാ. നീ വേഗം വരുമോ? വേഗം വാ. വരണേ. പക്ഷേ ഈ ഹർത്താൽ രസമൊക്കെ തന്നെയുണ്ട്. പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന ഒരു ഹോളിഡേ. പിന്നല്ലാണ്ട് രാവിലെ ചിക്കനൊക്കെ മേടിച്ച് പൊരിച്ച് കുപ്പിയൊക്കെ മേടിച്ച് പൊട്ടിച്ച് രാവിലെ എവിടെ വിളക്കണം. എന്റെ പൊന്ന് ചോദിച്ചാ കേട്ടിട്ടേ കൊതിയാണ്. അടുത്ത ഹർത്താലാവട്ടെ, നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി എന്താണ് ഒരു ഹർത്താല്? പേടിക്കണ്ടോ, ഇത് കേരളമാണ്. ഹർത്താൽ ഇനിയും വരും. എന്റെ പൊന്ന് ഋഷി, നീ ഇപ്പൊ എങ്ങാനൊന്ന് വരുമോ? എവിടെ നേരാടാ ഇരുന്ന് അൽഫാമായി. എവിടെ നീ? തന്തപ്പടി കുറച്ച് ടാസ്ക് ഹെൽമെറ്റ് വെക്കടാ. ഹെൽമെറ്റ് ഒന്നും വേണ്ട, കാറ്റുള്ള പെറ്റടിച്ച കാശ് കൊടുത്തോടാ. അല്ല പോയ കാര്യം എന്തായി? ഹർത്താലായത് നന്നായി. അതുകൊണ്ട് ആ പുള്ളിക്കാരൻ വീട്ടിലുണ്ടായി. നാളെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിക്കാൻ. എല്ലാം സെറ്റ്. അപ്പൊ ചെലവെപ്പടാ? ചെലവൊക്കെ ഉണ്ട്, എല്ലാവർക്കും ചെലവ്. അല്ല നീ ഉമ്മാനെ വിളിച്ചു പറഞ്ഞ? ആ ഉമ്മ ചോറിനെ വിളിച്ചിട്ടുണ്ടായി. വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മാക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ഉമ്മ വിളിക്കണ്. പോട്ടെ. ഹലോ. പക്ഷേ ഈ ഹർത്താലടിക്കുന്ന പെഗ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പെഗടിക്കും പുതിയായിട്ട് വളരെ രക്സ്. വണ്ടി വീട് വിളിച്ചാ
അയ്യോ ദൈവമേ, അയ്യോ രാജു, അയ്യോ അയ്യോ ചേട്ടാ, റെക്സേ, എന്താ ഇതിന്റെ ഉദ്ദേശം? ജോണിച്ച കൈയോടി ജോണിച്ച അച്ഛക്കിന് വെള്ളം കൊടുക്കട്ടെ. എന്റെ പൊന്നു റെക്സേ, ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. എന്താണോ പറയണേ? അച്ഛക്കിന് ജീവനുണ്ടോ? നമുക്ക് രക്ഷപ്പെടാം. പോലീസ് അങ്ങനെ വന്നാ എടാ നമ്മ തൂങ്ങേണ്ടി വരും. എന്താണോ പറയണേ? പറഞ്ഞാ മനസ്സിലാവില്ലടാ. എടാ ആദ്യം പ്രതിയാണ് കാലോടത്. എടാ വന്ന് വണ്ടി കയറാൻ നോക്കി. ചേട്ടാ ഒന്ന് പോയണ്ട ചേട്ടാ. കോപ്പിലെ പരിപാടി അടിക്കുന്നുണ്ടോ? ഫോണിൽ താ ജോണിച്ച, വണ്ടി ഓടിക്കാതെ വണ്ടി കയറാ. ഫോണിൽ താ ജോണിച്ച, വണ്ടി കയറാ. ഫോണിൽ താ ജോണിച്ച. പാട്ടി പിള്ളേരാണ് വണ്ടി കയറാ. വിളിക്കുന്നേ വിളിക്കണപ്പാ. നീ പുറത്തേക്ക് വന്നിക്കണല്ലേ? നീ പോലീസിനെ തന്നെ വിളിക്കട്ടോ. നിനക്ക് പോലീസ് കഴിയുന്നതായിട്ടില്ലല്ലോ. നീ അനുഭവിക്കുന്നതിനൊക്കെ ഞാൻ പോണേ. ചേട്ടാ രക്സേ, ജോണിയല്ലേ വിളിക്കണം. ഒന്ന് വണ്ടി കയറി. ചേട്ടാ പോരാ, ചേട്ടാ പോരാ. കക്കുസി പോകാനും വെള്ളമില്ല. എന്ത് ചെയ്യും റെക്സേ? ഞാൻ പറയണല്ലോ കേട്ടോ നീ. കാശിനെ അവിടെ വെച്ചേക്കാം. നാളെ ഞാൻ വൈകിട്ട് വരുമ്പോൾ വെള്ളം ഉണ്ടാവണം കേട്ടാ. രക്സേ അടിക്കടാ. ഹർത്താല് പുലി ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടത് അല്ലേ? എടാ നീ അത് വിറ, നീ ഇതെടുത്ത് അടിച്ചേ. എല്ലാം ശരിയാവും. എടാ അവന്മാര് വല്ല ആംബുലൻസ് വിളിച്ചു കൊണ്ടുവന്നേ. നീ ഇത് ആലോചിച്ചോണ്ടിരിക്കാണ്ട് നീ ഇതെടുത്ത് അടിച്ചേ. നമുക്ക് കഴിക്കാം വാ. എടാ നീ എടുത്ത് തിന്നടാ. നിനക്ക് വിഷമം ഉണ്ടാവുന്നില്ലേ? എന്തെങ്കിലും ചെയ്, പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം. വെള്ളമില്ലാട്ടാ. നീ പോയി 2 കുപ്പി വെള്ളം വാങ്ങും. കടയൊക്കെ തുറന്നുണ്ടാവും. സീട്ടും വാങ്ങിക്കോ, 2-3 സീട്ടും വാങ്ങിക്കോ. പേഴ്സിൽ നിന്ന് ചില്ലറ എടുത്തോ. 500 എടുക്കണ്ടാ, അതെനിക്ക് ആവശ്യമുള്ളതാണ്. റെക്സേ ഞാൻ പറയണ കേക്കണ്ട നീ. എടാ വെള്ളം മേടിക്കാൻ
എടാ ജോണി, നീ മനുഷ്യനാണ്ട. എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണേ, നീ മനുഷ്യനാണ്ട. നിനക്കെന്താ സംശയമുണ്ടോ? ഒരു മനുഷ്യന്റെ കാര്യമുണ്ട പുല്ല നീ ചെയ്തത്. പാവത്തിന് ജീവനുണ്ടായിരുന്നടാ. അവന് വെള്ളത്തിന് വേണ്ടിയാണ് കരഞ്ഞത്. അവൻ കരഞ്ഞിട്ട് ഇപ്പോഴൊരു ചെവിയിലുണ്ടാ, എന്റെ കൺമുന്നിലുണ്ടാ. ആ വെള്ളോളെ നാറി നീ ഇരുന്ന് മോന്തണത്. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? എടാ, നിന്നോട് ഞാൻ പറഞ്ഞു, എടാ അവിടെ നമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. സാക്ഷിയാണ്ട് വന്നേണ്ടല്ലോ, നമ്മ തൂങ്ങേണ്ടി വരും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പുറത്തേക്ക് വന്നിക്കണല്ലേ? ചെറിയ ചെക്കനാ നീ. എടാ നീ പറയണമെന്ന് മനസ്സിലാക്ക്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തിരിക്കട്ടെ. അവൻ രക്ഷപ്പെടുന്ന വല്ല ഉറപ്പുണ്ടോ? ജോണി, മനസ്സിലാണ് നീ മൃഗമാണ്, മൃഗം. തൻ്റെ ജീവിക്കാൻ എനിക്ക് പേടിയാണ്. പോ ഇന്നവൻ, നാളെ എനിക്കാണല്ലോ ഈ അവസ്ഥ. താനൊരു തുള്ളി വെള്ളം എനിക്ക് തരോടോ? ചിലപ്പോ തോന്നില്ലെന്ന് വരും. എന്റെ ചെലവിനല്ലേ നീ ഇവിടെ കിടന്ന് ചലിക്കണത് അല്ലേ? വേണമെങ്കിൽ എടുത്ത് മൂഞ്ചടാ, അല്ലെങ്കിൽ പോകാൻ മൈതേ. അവിടെ എന്നെ പഠിക്കേണ്ടി ഇറങ്ങി പോകണം മൈതേ. എടാ ജോണി, നീ ഇതിനൊക്കെ അനുഭവിക്കും. ഇതിനെല്ലാം നീ എന്നെ അനുഭവിച്ചിട്ട് പോവുള്ളൂ. കേട്ടാ നാറി. ഞാൻ അനുഭവിച്ചു കാണാ. എനിക്ക് ഉണ്ടാക്കാൻ പറ്റടാ. ജോണിയെ നോക്കിക്കടാ. നിനക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറഞ്ഞത്? സ്വന്തം തന്നെന്താണ് ഇട്ടിട്ട് പോയത്? പിന്നെ എങ്ങനെ ജീവിക്കാനാണോ? ഇങ്ങനെയല്ലേ പറയുള്ളൂ. എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ലടാ. എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. നീ മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെ?
ആരാ? ഏ?
ആ